ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ട് മൈനിങ് ആണ്. ടെലഗ്രാം ബോട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസിയാണ് മൈൻ ചെയ്യുന്നത്. ഈ ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല, പുതിയൊരു മൈനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ലേറ്റ് ആക്കാണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്ത് മൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത് വലിയൊരു പ്രോജക്റ്റാണ്, ഗെയിമിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റാണ്, ഗെയിമിംഗ് ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാൻ ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ എനിക്കിവിടെ 5 മില്യൺ കോയിൻസ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ 5 മില്യൺ കോയിൻസ് ഡെയിലി ഏൺ ചെയ്യാന്നുള്ള കാര്യം ഞാൻ വീഡിയോകത്ത് പറയുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് ഒന്നും മനസ്സിലാവില്ല. കാരണം ഈ 5 മില്യൺ ഉണ്ടാക്കിയാൽ കുറച്ച് ട്രിക്ക് ഉണ്ട്. ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ഇൻ്റർഫേസ് ഇതാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക, ഇവിടെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം, ടാപ്പ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അല്ലാതെ ഇഷ്ടം പോലെ ഏണിങ്സ് 5 മില്യൺ ഡെയിലി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ മാത്രം ഇരിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവം മൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ മൈനിങ് ബോട്ട്സിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടി വേണം മൈൻ ചെയ്യാൻ. കാരണം ഒരെണ്ണത്തിൽ മാത്രം ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്നത്തെ മാത്രം ഏണിങ്സ് കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ 4-5 മൈനിങ് ബോർഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് ടാപ്സ് ആപ്പ് 1, അതുപോലെ തന്നെ എസ് കോയിൻ 1, ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് 1, അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഇടുന്ന ഏതൊക്കെയാണോ അതിൻ്റെ ഒക്കെ മൈനിങ് നിങ്ങൾ ചെയ്യണം. കാരണം എല്ലാം ചെയ്താലേ നിങ്ങൾക്ക് ലിസ്റ്റ് ആകുമ്പോൾ ഓരോന്നൊന്നും ഏണിങ്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് വന്നു പോവും, നിങ്ങൾക്ക് അതിന് ചെറിയൊരു ഏണിങ്സ് കിട്ടും, അത്രയേ ഉള്ളൂ. നിങ്ങൾ നല്ല രീതിക്ക് മൈൻ ചെയ്ത് ഹാംസ്റ്റർ കോമ്പാറ്റ് മാത്രം കുറേ മില്യൺ കണക്കിന് മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഏണിങ്സ് തന്നെ കിട്ടും. എല്ലാവരും ചോദിക്കുന്നത് ബ്രോ എങ്ങനെ വിഡ്രോ അടിക്കാം? നിങ്ങളിപ്പോൾ ഈ കോയിൻസ് ടാപ്പ് ചെയ്ത് ഒരു 5 മില്യൺ 6 മില്യൺ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ വിഡ്രോയിൽ കിട്ടില്ല. കാരണം ഇത് ഓരോ സ്റ്റെപ്പാണ്. ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് പറഞ്ഞ സ്റ്റേജസ് ഉണ്ട്. ഓരോ പ്രാവശ്യം മൈൻ ചെയ്യണം. മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിഡ്രോൽ സ്റ്റേജ് വരിക. വിഡ്രോയിൽ വരുമ്പോൾ നമുക്ക് വിഡ്രോയിൽ അടിച്ച് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്ത് സെല്ല് ചെയ്ത് അപ്പോഴാണ് ക്യാഷ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റേജ് പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ 5 മില്യൺ ഉണ്ടാക്കുന്ന ട്രിക്ക് യൂസ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്യുക. എന്നിട്ട് കോയിൻസ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. മാക്സിമം കോയിൻസ് ഉണ്ടാക്കി വെക്കുക. വിഡ്രോയിൽ കിട്ടുമ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങളത് നോക്കി കണ്ട് വിഡ്രോയിൽ അടിക്കുക. ഓക്കെ, അപ്പോൾ ക്ഷമയുള്ളവർക്കുള്ള പരിപാടിയാണ് മൈനിങ്. ഒരു മാസമൊക്കെ ക്ഷമിച്ചിരുന്നു, ഒരു മാസമൊക്കെ മാക്സിമം മൈൻ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം മൈൻ ചെയ്ത് നിർത്താനുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്തി പോയിക്കോളൂ. കാരണം ഒരു ദിവസം മൈൻ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഡെയിലി കയറി മൈൻ ചെയ്യാൻ സമയമുള്ളവർ മാത്രം നിൽക്കുക. ഒരു 5 മിനിറ്റ് ഡെയിലി മാറ്റി വെക്കാൻ സമയമുള്ളവർ മാത്രം ഈ ഒരു പരിപാടി ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒന്നും കിട്ടാതായിപ്പോൾ നിങ്ങൾ ഇടുന്ന ടൈം വേസ്റ്റ് ആയിപ്പോവും. അത്രേ എനിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക. എല്ലാം കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓടിപ്പോവുക. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് കളയരുത്. മാക്സിമം ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാതെ വീഡിയോയിൽ പറയുന്നുണ്ട്. മാക്സിമം ഫുൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ലേറ്റ് ആക്കാതെ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഓപ്പൺ ആവുന്ന ചെറിയ ബഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒന്നുകൂടി രണ്ടാമത് എന്തെങ്കിലും ക്ലോസ് ആയി പോകുന്നുണ്ടെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്നതാണ്. ഓപ്പണായി വരുമ്പോൾ റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരിക. ജസ്റ്റ് ടാപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോവുക. എന്നിട്ട് പ്ലേ കൊടുക്കുമ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് ഓപ്പൺ ആവും. അപ്പോൾ തന്നെ എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. 5000 കോയിനാണ് ഇവിടെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ബിക്കം എ CEO എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് വരുന്നൊരു ഇൻ്റർഫേസ്. ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. ഏൺ പെർ ടാപ്പ്, കോയിൻ ടു ലെവലപ്പ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർ ഹവർ. ഇതങ്ങനെ 3 കൂട്ടാന്ന് പറഞ്ഞുതരാം. ഏൺ പെർ ടാപ്പ്, ഒരു ടാപ്പിൽ എനിക്കിവിടെ 10 കോയിൻ വെച്ചാണ് കയറുന്നത്. ഇതെങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ ബൂസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൾട്ടി ടാപ്പ് അപ്ഗ്രേഡ് ചെയ്യുക. ഇതിന് ശേഷമുള്ളത് കോയിൻ ടു ലെവലപ്പ്. ഓരോ ലെവൽസ് ഉണ്ട്. ആ ലെവലപ്പ് ആണെങ്കിൽ എത്ര കോയിൻ വേണം? എനിക്ക് 10 മില്യൺ ആയാലാണ് ഞാൻ അടുത്ത ലെവലിലേക്ക് കയറുക. ഗെയിം കളിക്കുന്ന പോലെ തന്നെ സിമ്പിൾ കേസാണ്. ബാക്കിയുള്ള സെക്ഷൻസ് കാണിച്ചു തരാം. ഞാൻ ബാക്കിയുള്ള സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. ഞാൻ സെക്കൻഡ് അക്കൗണ്ട് എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുക, അവിടെ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മൈനാണ്. ഓക്കെ, ഈ മൈൻ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട്, ഇനി 6 മണിക്കൂർ ബാക്കിയുണ്ട്. ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരു 5 മണിക്കൂർ ബാക്കിയുണ്ടാവും. 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇവിടെ കുറേ കാർഡുകൾ കാണാൻ പറ്റും. ഫാൻ ടോക്കൺ ഉണ്ട്, സ്റ്റേക്കിംഗ് ഉണ്ട്, BTC പേഴ്സ്, അങ്ങനെ കുറേ ടോക്കൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. എവിടെ ഈ മാർക്കറ്റ്സ്, അതുപോലെ തന്നെ PRN ടീം, അങ്ങനെ 3-4 സെക്ഷൻസ് ഉണ്ട്. 4 സെക്ഷനിൽ കുറേ കാർഡുകളും കാണാൻ പറ്റും. ഓക്കെ, ഡെയിലി എന്ത് ചെയ്യും, നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം ഇവിടെ ഒരു കോൺടെസ്റ്റ് നടത്തും. ഡെയിലി കോംബോ എന്നാണ് കോൺടെസ്റ്റിൻ്റെ പേര്. ആ കോൺടെസ്റ്റിൽ ഈ 3 കാർഡിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് 5 മില്യൺ കോയിൻസ് ഡെയിലി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഒറ്റയടിക്ക് 5 മില്യൺ കോയിൻ ആയത്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് തന്നെ ബാക്കിയുള്ള സെക്ഷൻ കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള സെക്ഷനാണ് അടുത്ത്. ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 5000 കോയിൻ കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ഫ്രണ്ട് കൊടുത്തിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്താൽ മതി. ലിങ്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 5000 പോയിൻറ്റ്സ് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ടിനും ഒരു ബോണസ് കിട്ടും. ഫ്രണ്ട് ജോയിൻ ചെയ്യുമ്പോൾ ഓക്കെ, ഫ്രണ്ടിന് ഒരു ബോണസ് കിട്ടും, നിങ്ങൾക്കും ഒരു ബോണസ് കിട്ടും. 5000 കോയിനാണ് നിങ്ങൾക്ക് കിട്ടുക.
ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത സെക്ഷൻ ഏണാണ്. ഏണിൽ വന്നു കഴിഞ്ഞാൽ ഡെയിലി റിവാർഡ് കളക്ട് ചെയ്യാം. എല്ലാ ദിവസവും വന്ന് കളക്ട് ചെയ്യുക. ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ കളക്ട് ആവും. ഡെയിലി ഓരോ ദിവസവും റിവാർഡ്സ് വരെ കൊടുക്കുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനാണ്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് 5000 പോയിൻറ്റ്സ് കൂടെ കിട്ടുന്നതാണ്. 5000 കോയിൻ കിട്ടും. ജസ്റ്റ് ജോയിൻ അടിക്കുക, എന്നിട്ട് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5000 കോയിൻ കിട്ടും. അപ്പോൾ തന്നെ യൂട്യൂബിൽ ലൈവ് കണ്ടാൽ 50000 കോയിൻ കിട്ടും. അതിനുശേഷം ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട്, എക്സ് അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചൂസ് എക്സ്ചേഞ്ച് ചൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ചൂസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ഇഷ്ടമുള്ളൊരു എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ബൈബിറ്റാണ്. നിങ്ങൾ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് 5000 പോയിൻറ്റ്സ്. പിന്നെ 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ 25000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുക. ഇനിയുള്ളത് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനാണ്. എയർ ഡ്രോപ്പാണ് നമ്മളിപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണുള്ളത്. എയർ ഡ്രോപ്പ് ടാസ്ക് ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും മില്യൺ കണക്കിന് കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്ത് വെക്കുക. ഓക്കെ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലിസ്റ്റ് ആവും. ആ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വിഡ്രോ അടിച്ച് നമ്മുടെ വാലറ്റിലേക്ക് എടുത്ത് അവിടുന്ന് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ആക്കിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് ആവുമ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ടെലഗ്രാമിലായിരിക്കും ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക, എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള കാര്യം 5 മില്യൻ്റെ കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. ഡെയിലി 5 മില്യൺ വെച്ച് കിട്ടും. അത് മാത്രം നോക്കിയിരിക്കരുത്, നിങ്ങൾ ഡെയിലി ടാപ്പ് ചെയ്തും ഏണിങ്സ് ഉണ്ടാക്കണം. ഓക്കെ, ഒരിക്കലും ആ 5 മില്യൺ കൊണ്ട് ഇരിക്കരുത്. കാരണം എത്രയോ ആൾക്കാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുറകിലായി പോകും, നിങ്ങൾക്കൊന്നും കിട്ടാതാവരുത്. നിങ്ങൾ ഏറ്റവും മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ള സെക്ഷൻ മൈനാണ്. എങ്ങനെ ഈ 3 കാർഡുകൾ കണ്ടുപിടിക്കാം? ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലുള്ള 26000 പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്കും കുറച്ചിങ്ങനെ കിട്ടും. ഈ ഇവിടുത്തെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ കുറച്ചധികം കോയിൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും കയറുമ്പോൾ തന്നെ. അപ്പോൾ ആ കിട്ടുന്ന കോയിൻസ് വെറുതെ ചിലവാക്കരുത്. എന്ത് ചെയ്യണം, മാക്സിമം സേവ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇവിടെ കൂടണം. അതിനെന്താ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ കാർഡുകൾ ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ കുറേ എണ്ണം ലോക്കാണ്. ഇതെങ്ങനെ ലോക്ക് തുറക്കാമെന്ന് ആദ്യം പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് എനിക്കിവിടെ ലെവൽ 3 ഉള്ളൊരു സംഭവം തുറക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ മാർജിൻ ട്രേഡിംഗ് 30x എന്നുള്ള ഒരു ലോക്ക് തുറക്കണം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കാർഡ് എന്ന് വെച്ചോ. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ കാർഡുകൾ 3 എങ്ങനെയെന്ന് മനസ്സിലാവുക. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആംസ്റ്ററിൻ്റെ ആൾക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾ ഏതൊരു സംഭവം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗോ ഹെഡ് കൊടുത്താൽ നമ്മുടെ കോയിൻ അതിലേക്ക് പോവുകയും ഈ ഒരു സംഭവം ലെവലപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം പ്രോഫിറ്റ് ഇവിടെ കൂടും. അതായത് ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പ്രോഫിറ്റ് കിട്ടും. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെവൽ കൂടുന്നതോറും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് കൂടും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ചെയ്ത് നോക്കുക. മനസ്സിലാവാതെ ജസ്റ്റ് ചെയ്താൽ മതി. സിമ്പിൾ കാര്യമാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കരുത്. ഇത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡെയിലി 5 മില്യൺ കോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ഈ 3 കാർഡുകൾ ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. ഓക്കെ, അത് മറക്കരുത്. ടെലഗ്രാം ചാനലിൽ ഡെയിലി ഈ 3 കാർഡുകൾ ഏതൊക്കെയാണ് എന്ന് ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യും. ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മാക്സിമം എല്ലാ ദിവസവും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? 3 കാർഡുകൾ നിങ്ങൾക്ക് കിട്ടി. ഞാൻ ഇവിടെ 3 കാർഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ലോക്കാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ തുറക്കും? അത് പറ്റില്ലല്ലോ. ലോക്ക് ആയില്ലെങ്കിൽ ലോക്ക് അൺലോക്ക് ആക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ എനിക്ക് മാർജിൻ ട്രേഡിംഗ് 30x ആണ് ഓപ്പൺ ആക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം ലീഗൽ ഓപ്ഷൻസ് ലെവൽ 6 ആയാലേ നിങ്ങൾക്ക് ഇവിടെ തുറക്കുള്ളൂ ഈ മാർജിൻ ട്രേഡിംഗ് 30x എന്ന് പറയുന്നത്. ഇന്നത്തെ കാർഡ് ഇതല്ല, അഥവാ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാർജിൻ ട്രേഡിംഗ് 30x നമ്മൾ അൺലോക്ക് ആക്കിയാലേ നമുക്ക് കാർഡ് ഇവിടെ ആഡ് ആവുള്ളൂ. അത് ചെയ്യുക എങ്ങനെയാണ്? ലീഗൽ ഓപ്ഷൻ്റെ സെക്ഷൻ പോയിട്ട് ലെവൽ 6 ആക്കണം. ലീഗൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒരു കാർഡ് കിടക്കുന്നുണ്ടാവും ലീഗൽ ഓപ്ഷൻ എന്ന് പേരുള്ള, അത് നിങ്ങൾ ലെവൽ 6ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ലീഗൽ ഓപ്ഷൻ എവിടെ ഉണ്ടാവും? അതാ ലീഗൽ എന്നുള്ള സെക്ഷൻ മേലെ കിട്ടും. ഇതാ ലീഗൽ ഓപ്ഷൻ ഇതാ കിടക്കുന്നു. ഇത് ലെവൽ 6 ആക്കിയാലാണ് നമുക്ക് മാർജിൻ ട്രേഡിംഗ് 30x ഓപ്പൺ ആവുക. ഓക്കെ, ലെവൽ 6ലേക്ക് ഞാൻ ഇപ്പോൾ ലീഗൽ ഓപ്ഷൻ എന്ന് പറയുന്ന കാർഡ് അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും മാർക്കറ്റ്സിലേക്ക് വരിക. ഇന്നത്തെ കാർഡ് മാർജിൻ ട്രേഡിംഗ് 30x ആണെങ്കിൽ 30x ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മാർജിൻ ട്രേഡിംഗ് 30x എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഒന്ന് ലെവലപ്പ് ചെയ്യുക. ഒരു ലെവലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം, എങ്കിലാണ് നമ്മളെ കാർഡ് ആഡ് ആവുക. ഇപ്പോൾ കണ്ടോ, മാർജിൻ ട്രേഡിംഗ് 30x ഗോ ആഡ് അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. കാരണം ഇന്നത്തെ കാർഡ് 30x അല്ല. ഇവിടെ നിങ്ങൾക്ക് മാർജിൻ ട്രേഡിംഗ് 30x ആണ് ഇന്നത്തെ കാർഡ് എങ്കിൽ ഇവിടെ ആഡ് ആവും ആ കാർഡ്. അങ്ങനെ 3 കാർഡുകൾ നിങ്ങൾ ഈ ഒരു 4 സെക്ഷൻ്റെയും ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 4 സെക്ഷൻസ് കാണാം. ഈ 4 സെക്ഷൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഈ ഒരു കാർഡ് ഏതാണ് ഇവിടെ വരേണ്ട 3 കാർഡുകൾ എന്ന് കണ്ടുപിടിച്ച് നിങ്ങളിത് ഓരോന്നും ലോക്കാണെങ്കിൽ അൺലോക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കണം. ഓക്കെ, ലോക്കാണെങ്കിൽ അൺലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 കാർഡുകൾ ഇവിടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 5 മില്യൺ കോയിൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യേണ്ട എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഹാംസ്റ്റർ ട്യൂബ് ഓപ്പൺ ആക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഹാംസ്റ്റർ ട്യൂബാണ് ഇന്നത്തെ കാർഡ്. ഇവിടെ വരേണ്ട ഹാംസ്റ്റർ ട്യൂബാണെന്നുണ്ട്. ഈ 3 കാർഡിൽ ഏതെങ്കിലും ഹാംസ്റ്റർ ട്യൂബാണെന്ന് വരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാംസ്റ്റർ ട്യൂബ് ഓപ്പൺ ആക്കണമെങ്കിൽ ഹാംസ്റ്റർ ബുക്ക് ലെവൽ 5ലേക്ക് എത്തിക്കണം. അപ്പോൾ ഹാംസ്റ്റർ ബുക്ക് ഇതാ കിടക്കുന്നു. ഹാംസ്റ്റർ ബുക്ക് ലെവൽ 5ലേക്ക് അപ്ഗ്രേഡ് ചെയ്താലേ എനിക്ക് ഹാംസ്റ്റർ ട്യൂബ് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ലെവൽ 3 ആയിട്ടുണ്ട്. ലെവൽ 4
ലെവൽ 5 ഓക്കെ. ലെവൽ 5 ആക്കിയപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഹാംസ്റ്റർ ട്യൂബ് ഓപ്പൺ ആയി. എന്നിട്ട് ഹാംസ്റ്റർ ട്യൂബ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഹാംസ്റ്റർ ട്യൂബ് അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 കാർഡിൽ ഏതെങ്കിലും ഹാംസ്റ്റർ ട്യൂബ് ഉണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ എല്ലാ കാർഡുകളും ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് 3 കാർഡിലാണ് 3 കാർഡുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതും 4 സെക്ഷനിലും ഇഷ്ടംമാതിരി കാർഡുകളുണ്ട്. ഓക്കെ, ഈ 4 സെക്ഷനിൽ നിങ്ങൾ ഈ എല്ലാ കാർഡും അപ്ഗ്രേഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് 3 കാർഡിൻ്റെ കോമ്പിനേഷൻ ഡെയിലി വരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഡെയിലി ഇത് റിഫ്രഷ് ആവും. ഡെയിലി നിങ്ങൾക്ക് 5 മില്യൺ കോയിൻ ഉണ്ടാക്കാൻ പറ്റും. ഇതിലൊക്കെ കുറേ കാർഡുകളുണ്ട് കേട്ടോ. ഇന്നത്തെ ഡെയിലി കോംബോ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 മില്യൺ കോയിൻസ് എനിക്കിവിടെ ക്രെഡിറ്റ് ആയി. ഓക്കെ, ഇന്നത്തെ മെയിൻ കാർഡുകൾ 3 കാർഡുകൾ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, പിറാനാസ് പാസ്, അതുപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് 50x, ഈ 3 കാർഡുകളാണ് ഇന്നത്തെ കോമ്പിനേഷൻ. ബാക്കിയുള്ള നാളെ മറ്റന്നാൾ വരുന്ന കോമ്പിനേഷൻസ് ഒക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാർഡുകളും ഈ 4 സെക്ഷൻസിൻ്റെ ഉള്ളിലുള്ളതാണ്. മാർക്കറ്റ്, PR ടീം, ലീഗൽ, സ്പെഷ്യൽ. ഇപ്പോൾ ഈ 4 ഉള്ളിൽ ന്യൂ കാർഡിലാണ് എനിക്ക് പിറാന പാസ് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് 50,000 കോയിൻ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ 50,000 കാണുമ്പോൾ നിങ്ങൾ മിസ്സാക്കരുത്. 5 മില്യൺ കോയിനാണ് നിങ്ങൾക്ക് 1 ലക്ഷം ഒക്കെ മുടക്കിയാൽ കിട്ടുക. ഓക്കെ, അത് 50x ജസ്റ്റ് ഒന്ന് ലെവൽ 1 വരെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എനിക്കിവിടെ കാർഡ് ആഡായി. അങ്ങനെ ഈ 3 കാർഡുകൾ ഞാൻ ആഡ് ചെയ്തു. ഇനി നിങ്ങൾ ഈ കാർഡ് കാണുന്നില്ല, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഒന്നും കാണുന്നില്ല, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തപ്പി നോക്കിയാൽ മതി, ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഉണ്ടോ PR ആൻഡ് ടീമിൽ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ കിടക്കുന്നുണ്ട്. 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ലോക്കായിരിക്കും. ലോക്കാണെങ്കിൽ അൺലോക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ടാവും. അത് ഏതാണെന്ന് ഇതുപോലെ കണ്ടുപിടിച്ച് അത് അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആക്കിയ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. വീഡിയോയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, മനസ്സിലാവും. അപ്പോൾ ഡെയിലി 1-2 ദിവസം ചെയ്ത് നിർത്തരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ മനസ്സുള്ളവർ മാത്രം ചെയ്യുക. വെറുതെ 2-3 മില്യൺ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വളരെ വലിയൊരു എമൗണ്ട് പോയിൻറ്റ്സ് ആക്കിയിട്ട് ഏൺ ചെയ്താൽ മാത്രമായിരിക്കും ഇത് കോയിനായി കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് വലിയൊരു ഏർണിങ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് എല്ലാവർക്കും ഏർണിങ്സ് ഉണ്ടാക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യുക. നിങ്ങളെ സംശയങ്ങൾ കമൻസിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ച് ചോദിക്കുക. എല്ലാത്തിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.